ഹായ് നമസ്കാരം. കേരളത്തിലെ തന്നെ നാക്കിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയിട്ടുള്ള A++ ആദ്യമായി ലഭിച്ച ഒരു യൂണിവേഴ്സിറ്റി, അതാണ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷൻ 4 ഇയേഴ്സ് UG പ്രോഗ്രാമിലേക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തുന്ന പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്കകത്ത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകൾ നടത്തുന്ന പ്രോഗ്രാമുണ്ട്. അതിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralauniversity.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 4 വർഷ ബിരുദം, കൂടെ നിറയെ കോഴ്സുകൾ. കേരളയിൽ ഏകജാലകം തുറന്നു. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കേരള സർവകലാശാല 4 വർഷ ബിരുദത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇതിനുള്ള ഓൺലൈൻ ഏകജാലകം വ്യാഴാഴ്ച വൈകിട്ട് തുറന്നു. ജൂൺ 7 വൈകിട്ട് 5 വരെ ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്താം. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ തിരഞ്ഞെടുക്കാം. ഓരോ കോഴ്സിൻ്റെയും മേജർ, മൈനർ, സ്പെഷ്യലൈസേഷൻ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കിയിട്ടുള്ളതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ എളുപ്പമാകും. സർവകലാശാല പഠന വകുപ്പുകളിൽ BBA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉൾപ്പെടെ 16 മേജർ വിഷയങ്ങളും 51 മൈനർ കോഴ്സുകളും ലഭ്യമാക്കി. അഫിലിയേറ്റഡ് കോളേജുകളിൽ 63 മേജർ കോഴ്സുകളിലായി 200-ലേറെ മൈനർ കോഴ്സുകൾ ലഭ്യമാക്കി. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, കാലാവസ്ഥാ വ്യതിയാനം, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നൂതന 73 സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അറിയിച്ചു. കോളേജ് തിരഞ്ഞെടുക്കും മുമ്പ് കോളേജ് ബാസ്ക്കറ്റ് പരിശോധിച്ച് 8 സെമസ്റ്ററുകളുടെയും വൈവിധ്യം മനസ്സിലാക്കി അഡ്മിഷൻ നേടാം. ഹൈബ്രിഡ് മോഡിൽ പഠനം നടത്താനും അവസരമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി ഈ വർഷം മുതൽ നടത്തുന്ന ഈ കോഴ്സുകളുടെ മറ്റു സവിശേഷതകളാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം മുതലും ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേണേ അല്ല ഈ ഒരു 2024-25 അധ്യയന വർഷം മുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലാദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇംഗ്ലീഷ്, സംസ്കൃതം, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, റഷ്യൻ, ഹീബ്രു ആൻഡ് സിറിയക്, അറബിക്, ഹിന്ദി, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ നിങ്ങൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. 12 ഇൻ്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് അഭിരുചി അനുസരിച്ച് മൈനർ വിഷയങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി തിരഞ്ഞെടുക്കാം. ഒരേ വിഷയത്തിൽ ഒരേ കോളേജിലും വൈവിധ്യമാർന്ന കോഴ്സുകളും ഇലക്റ്റീവുകളും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ബിരുദത്തിനോടൊപ്പം മൂല്യവർദ്ധിത കോഴ്സുകളും നൈപുണ്യ വികസന കോഴ്സുകളും പഠിക്കാൻ അവസരം ലഭിക്കും. ആദ്യ 2 സെമസ്റ്ററുകൾക്ക് ശേഷം മേജറും മൈനറും മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് മാറ്റി വേറെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുവാൻ സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളും ഈ ഒരു വർഷം മുതൽ യൂണിവേഴ്സിറ്റി അതിനുള്ള അവസരം കൂടി ലഭിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനായിട്ടാണ് നൽകുന്നത്. ഓഫ്ലൈനായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഏകജാലക സംവിധാനത്തിനുള്ള എല്ലാ ഫീസും ഓൺലൈനായിട്ട് അടയ്ക്കണം. ചെക്ക്, DD, ചലാൻ തുടങ്ങിയ വഴി പണം സ്വീകരിക്കുന്നതല്ല. രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയും പട്ടികവർഗ വിഭാഗക്കാർക്ക് 350 രൂപയും. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് സർവകലാശാലയിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. പ്രവേശന സമയത്ത് അതാത് കോളേജുകളിൽ ഹാജരാക്കിയാൽ മതി. വെബ്സൈറ്റ് www.keralauniversity.ac.in എന്ന വെബ്സൈറ്റാണ്. മെയിൽ ID ഇവിടെ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മൊബൈൽ നമ്പറും ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സായിട്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഫീസ് യൂണിവേഴ്സിറ്റിക്കകത്ത് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസാണ്. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള സെൻറ്റേഴ്സിൽ അപേക്ഷിക്കാനുള്ള ഫീസിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. ഞാൻ ഇനി എങ്ങനെയാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അതായത് നിങ്ങൾ അഫിലിയേറ്റഡ് കോളേജുകൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, യൂണിവേഴ്സിറ്റി അകത്തുള്ളതിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് www.keralauniversity.ac.in വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അഡ്മിഷൻ 2024-25 എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന FYUGP എന്ന് പറയുന്നത് അഡ്മിഷൻ to 4-year UG program in the colleges affiliated to the university and UITS. ഇതാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്കകത്ത് അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന വിൻഡോ ഇതുപോലൊരു വിൻഡോ ആണ്. ഓൺലൈൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ഹിയർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ നോക്കണം. അതിനുശേഷം മാത്രം രജിസ്ട്രേഷൻ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഏകദേശം 63 മേജർ പ്രോഗ്രാമുകളിൽ വൈവിധ്യമാർന്ന 200-ൽ പരം മൈനർ കോഴ്സുകളിലേക്കും സ്പെഷ്യലൈസേഷനുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, സംസ്കൃതം, മലയാളം, ഹിന്ദി, തമിഴ്, അറബിക്, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, റഷ്യൻ, ഹീബ്രു ആൻഡ് സിറിയക് എന്നീ ഭാഷകളിൽ
AEC കോഴ്സുകളും അവൈലബിൾ ആണ്. 12 ഇൻ്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി വേറെ ഒരു കാര്യം, നമ്മൾ എപ്പോഴെങ്കിലും 4 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ഡൗട്ടൊക്കെ വരാറുണ്ട്. ഇവിടെ നോക്കുന്നു, ഡിഗ്രി ഇൻ 2 years and 6 months. ഫലത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 years പഠിക്കണം നിർബന്ധമൊന്നും പറയുന്നില്ല, അതിനൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് BA, BSc, BCom ഡിഗ്രി 3 yearsനുണ്ട്. അതുപോലെ അതല്ലെങ്കിൽ 2 years and 6 months കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ BA ഹോണേഴ്സ്, BSc ഹോണേഴ്സ്, BCom ഹോണേഴ്സ് പ്രോഗ്രാമുകൾ 3 years and 6 monthsലുണ്ട്, 4 yearsനുണ്ട്. അതുപോലെ BA റിസർച്ച് പ്രോഗ്രാമുകൾ. അപ്പോൾ നോക്കൂ, നിങ്ങൾ 4 yearsന് നമ്മൾ പഠിക്കണം ഒരു കാരണവശാലും യൂണിവേഴ്സിറ്റി നിർബന്ധമായിട്ടും പറയുന്നില്ല. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതയാണ്. ഒന്നുമെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം പഠിക്കാം. 3 വർഷം കൊണ്ട് നോർമലി ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ 3 വർഷമുള്ള UG പ്രോഗ്രാമുകൾ ചെയ്ത് നിങ്ങൾക്ക് 3ാമത്തെ വർഷം ഈ പറഞ്ഞ രീതിയിൽ പഠനം നിർത്താവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. എന്നാൽ 4 വർഷം പഠിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ആ സമയത്ത് 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിദ്യാർത്ഥികൾ ഓണേഴ്സ് ബിരുദം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ 4 വർഷം, 1 വർഷം UGയും 1 വർഷം റിസർച്ച് ഹോണേഴ്സും കൂടി ലഭിക്കും. അത് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിക്കകത്ത്, ഇപ്പോൾ +2 കഴിഞ്ഞ ശേഷം തന്നെ യൂണിവേഴ്സിറ്റി പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. യൂണിവേഴ്സിറ്റിക്കകത്ത് സാധാരണ PG കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവാറ്. ഇവിടെ UG 4 years UG പ്രോഗ്രാമുകൾ കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പറയുന്നത്. കേരള സർവകലാശാല വിവിധ പഠന വകുപ്പുകൾ, ഗവേഷണ വകുപ്പുകൾ നടത്തുന്ന 4 വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ 16 ഡിസിപ്ലിനുകളിൽ പ്രോഗ്രാമുകളുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് 5 സെമസ്റ്റർ 2.5 വർഷം കൊണ്ട് ഡിഗ്രി നേടാം. സീരീസ് കഴിഞ്ഞ വർഷം എന്തായാലും 3 വർഷം, കഴിഞ്ഞ വർഷം വരെ 3 വർഷം കൊണ്ട് പറ്റുമെങ്കിൽ ഇവിടെ 2.5 വർഷം കൊണ്ട് നേടാനുള്ള അവസരം കൂടിയുണ്ട് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം യൂസ് ചെയ്തിട്ട്. അതുപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പോലെ UGC നെറ്റിന് അപേക്ഷിക്കാവുന്നതാണ്, അത് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ PhD പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ബെനഫിഷ്യറീസ് ഉണ്ട്. ആദ്യ 2 സെമസ്റ്ററുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മൈനറും അതുപോലെ മേജറും മാറാം. ഓൺലൈൻ കോഴ്സുകൾ, ഇന്റേൺഷിപ്പ്, റിസർച്ച് പ്രോജക്റ്റ് എന്നിവ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. 3 വർഷത്തെ നിശ്ചിത ക്രെഡിറ്റ് കരസ്ഥമാക്കി പഠനം അവസാനിപ്പിക്കുന്നവർക്ക് ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ആ CGPA അനുസരിച്ച് ഗവേഷണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്ററും സ്റ്റാർട്ടപ്പ് വിഭാഗവും യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. ഹോസ്റ്റലും ജിംനേഷ്യം, സ്റ്റേഡിയം മുതലായ സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള കേന്ദ്രീകൃത ലാബോറട്ടറിയും പഠന വകുപ്പുകളുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായുള്ള കാര്യങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറിയുണ്ട്. ബൃഹത്തായ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ട്. കാര്യക്ഷമമായ പരീക്ഷ സമ്പ്രദായവും സമയബന്ധിതമായ ഫലപ്രഖ്യാപനവും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി പ്രത്യേകത. പിന്നെ ഫീസിൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ജനറൽ അതുപോലെ തന്നെ SC/BC കാറ്റഗറിക്കൊക്കെ 1000 രൂപയും SC/ST കാറ്റഗറിക്ക് 500 രൂപയാണ് ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 7-ാം തീയതിയാണ്. അപ്പോൾ കോഴ്സുകൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി, എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന മേജർ പ്രോഗ്രാമുകളും മൈനർ പ്രോഗ്രാമുകളുടെ ലിസ്റ്റാണ് കാണുന്നത്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ളതാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന പ്രോഗ്രാമുകളുടെ ലിസ്റ്റാണ് കാണുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കുക. വളരെ ന്യൂതനമായ കോഴ്സുകളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ നൗ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈനായിട്ട് ഫീസ് അടക്കം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു വെബ്സൈറ്റ് www.keralauniversity.ac.in എന്ന വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റ് താഴോട്ട് വരാം. കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ആംഗിളിൽ ഇവിടെ കാണാം ഓൺലൈൻ അഡ്മിഷൻ UG PG എന്നൊക്കെ പറഞ്ഞ് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയില്ല കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.